വയനാട് മുണ്ടക്കൈയിൽ 8ാം ദിനവും തിരച്ചിൽ തുടരുന്നു. കണ്ടെത്തേണ്ടവരുടെ പട്ടിക പുറത്തുവിടും. വയനാട് ദുരിതബാധിതർക്ക് തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ നൽകും. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്തെ സ്ലാബ്, ബീംസ്, ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകും. CC മുകുന്ദൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം നടന്നത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചുകയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ഉരുൾപൊട്ടിയ വയനാട് മുണ്ടക്കൈയിൽ 8ാം ദിനവും തിരച്ചിൽ തുടരുന്നു. ഇനിയും 180-ലേറെ പേരെ കണ്ടെത്താനുണ്ട്. സ്ഥിരീകരിച്ച മരണസംഖ്യ 392 ഇന്ന് സൺറൈസ് വാലിയിലാണ് തിരച്ചിൽ നടത്തുന്നത്. ദുർഘട മേഖലയായ ഇവിടെ സംയുക്ത പരിശോധന നടത്തും. മൃതദേഹം കണ്ടെത്തിയാൽ എയർലിഫ്റ്റിംഗും നടത്തും. സൂചിപ്പാറയ്ക്കും പോത്തുകല്ലിനുമിടയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഉരുൾപൊട്ടൽ മേഖലയിലെ നഷ്ടക്കണക്ക് ശേഖരിക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചു. 309 വീടുകൾ തകർന്നതായാണ് KSEBയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ നൽകും. കൌൺസിലർമാരുടെയും ജീവനക്കാരുടെയും 1 മാസത്തെ ഓണറേറിയവും നൽകാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. വയനാടിന് കൈത്താങ്ങായി 2 കോടി രൂപയെങ്കിലും നൽകണമെന്ന് മേയർ MK വർഗീസ് യോഗത്തെ അറിയിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ 5 കോടി രൂപ അനുവദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. ഇത് യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെ എതിർത്ത BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പകരം ദുരന്തബാധിതരുടെ പുനരധിവാസ പാക്കേജിൽ പങ്കാളിയായി പറ്റാവുന്നത്ര വീടുകൾ വെച്ച് നൽകണമെന്ന് അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പരാമർശത്തെ LDF അംഗങ്ങൾ എതിർത്തു. തെരുവ് വിളക്കുകൾ കത്താത്തതിൽ കോൺഗ്രസ് കൌൺസിലർമാർ റാന്തൽ വിളക്കുകളുമായി പ്രതിഷേധിച്ചു. യോഗാരംഭത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള നീക്കം മേയർ ഇടപെട്ട് തടഞ്ഞു. തെരുവ് വിളക്ക് വിഷയത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനത്തിന് വിരുദ്ധമായി ടെൻഡർ നടപടികൾ വൈകിപ്പിച്ചതിലടക്കം വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും ഇതിൽ കൃത്യമായ അന്വേഷണവും പരിശോധനയും വേണമെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുമെന്ന് മേയർ അറിയിച്ചു. ചണ്ടി നീക്കത്തിലടക്കം ജില്ലാ ഭരണകൂടം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ അനന്തരഫലമാണ് കോർപ്പറേഷൻ പരിധിയിലെ പലയിടങ്ങളിലെയും വെള്ളക്കെട്ടിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയെങ്കിലും കോർപ്പറേഷന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു. ഒപ്പം ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈദ്യുതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലുമായി സംസ്ഥാന സർക്കാർ 140 കോടി രൂപയാണ് തൃശൂർ കോർപ്പറേഷന് നൽകാനുള്ളത്. ഇതുമൂലം പെൻഷൻ മുടങ്ങുകയും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നഷ്ടമാകുകയുമാണ്. കോർപ്പറേഷന്റെ അടിത്തറയിളക്കുന്ന സർക്കാരിന്റെ വഞ്ചനാ നയം തിരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഇനി മുതൽ അജണ്ടകളും പൊതുകാര്യങ്ങളും പ്രത്യേകം കൗൺസിൽ യോഗങ്ങൾ വിളിച്ചാകും ചർച്ച ചെയ്യുകയെന്ന് മേയർ അറിയിച്ചു. TCV തൃശൂർ. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്തെ സ്ലാബ്, ബീം, സ്ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകാൻ തീരുമാനം. CC മുകുന്ദൻ MLA ചാഴൂരിൽ വിളിച്ചു ചേർത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ അടിയന്തര യോഗത്തിലാണ് തീരുമാനം. താൽക്കാലികമായി കമാൻഡോ മുഖം നിർമ്മിക്കാൻ ആവശ്യമുണ്ടെന്ന് കളക്ടർ നിയോഗിച്ച സമിതി വിലയിരുത്തിയതിനെ തുടർന്നാണ് ഫണ്ട് കണ്ടെത്താനായി MLA യോഗം വിളിച്ചത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ തുക വീതിച്ചു നൽകാനാണ് തീരുമാനം. ഇത് പ്രകാരം ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 3 ലക്ഷം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം, ചേർപ്പ്, പാറളം, ചാഴൂർ, താന്യം, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ 1 ലക്ഷം രൂപ വീതവുമാണ് നൽകാൻ തീരുമാനിച്ചത്. ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഈ തുക ഉടൻ കൈമാറും. യോഗത്തിൽ തഹസിൽദാർ സുനിത ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AK രാധാകൃഷ്ണൻ, KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ചേർപ്പ്, ചാഴൂർ, പാറളം, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. MLAയുടെ 2022-23 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കരുവന്നൂർ പുഴ കമാൻഡോ മുഖത്തും ചിറക്കൽ തോടിൽ പടൂക്കടവിലും FRP ഷട്ടർ സ്ഥാപിക്കുന്നതിനായി 46 ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതി ആയിട്ടുള്ളതിനാൽ ആ പ്രവൃത്തി വേഗം പൂർത്തീകരിക്കണമെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. ഈ പ്രവൃത്തി നടപ്പിലാവുന്നതോടെ കമാൻഡോ മുഖത്ത് ഷട്ടർ സ്ഥിരം സംവിധാനമാകും. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൌസ് റോഡിൽ 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു.
പരയാത്തുപറമ്പിൽ സന്ദീപ്, കോണത്ത് മൈക്കിൾ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. സന്ദീപിന്റെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് വെള്ളി ആഭരണങ്ങൾ കവർന്നു. സന്ദീപും കുടുംബവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു കവർച്ച. മൈക്കിളിന്റെ വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത്. വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന നിലയിലാണ്. ഇവിടെ നിന്നും വിലപ്പെട്ട വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മൈക്കിളും കുടുംബവും വിദേശത്താണ് താമസം. മൈക്കിളിന്റെ മരുമകൻ ഷിജോ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ VM ജോണി ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട കൊല്ലാട്ടി ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ട ഒമിനി വാഹനം മോഷ്ടിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂർ തുമ്പരത്ത് വീട്ടിൽ പ്രവീണിനെയാണ് മോഷ്ടിച്ച വാഹനസഹിതം കോന്തിപുലം റോഡിൽ നിന്നും പിടികൂടിയത്. പ്രതി മുൻപും കളവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. SHO അനീഷ് കരീം, പോലീസ് ഉദ്യോഗസ്ഥരായ K അജിത്, PR ദിനേശ്, ഷംനാഥ് തുടങ്ങിയവർ മോഷ്ടാവിനെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. തൃത്താലയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു കാർ യാത്രക്കാർ. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിയിൽ ഇടിച്ചതിനു ശേഷം നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് പാഴായിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. പാഴായി സ്വദേശി തൈശുവളപ്പിൽ വീട്ടിൽ 62 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലാണ് പുലർച്ചെ മൃതദേഹം കണ്ടെത്തിയത്. പ്രവാസികൾക്ക് തിരിച്ചടിയായി വിമാനയാത്രാ നിരക്ക് ഉയരുന്നു. 4ഉം 5ഉം ഇരട്ടിയായാണ് നിരക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ഈ മാസാവസാനം UAEയിൽ വിദ്യാലയങ്ങൾ തുറക്കും. അതിനു മുൻപായി ഗൾഫിലെത്താൻ ശ്രമിക്കുന്നവർക്കാണ് നിരക്ക് വർധന ഇരുട്ടടിയാകുന്നത്. എയർ ഇന്ത്യ, സ്പേസ് ജെറ്റ്, ഇൻഡിഗോ, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് തുടങ്ങിയ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുത്തനെ ഉയർത്തിയിട്ടുണ്ട്. 10,000, 12,000 രൂപ നിരക്കുണ്ടായിരുന്ന ടിക്കറ്റുകൾക്ക് 50,000 രൂപയ്ക്ക് വരെ നൽകേണ്ട അവസ്ഥയുണ്ട്. കുടുംബസമേതം വിദേശത്ത് തിരിക്കാനിരിക്കുന്നവർക്ക് നിരക്ക് വർധന പ്രഹരമായിരിക്കുകയാണ്. അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിന്ന മരശിഖരങ്ങൾ മുറിച്ചുമാറ്റി. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ പാടം വരെ നിരവധി പാഴ്മരങ്ങളാണ് അപകട ഭീഷണി നിന്നിരുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത TCB റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിന്റെ ഇടപെടലിനെ തുടർന്ന് KSDP അധികൃതർ കല്ലുപുറം സെന്ററിൽ ഏതു നിമിഷവും നിലംപൊത്തുന്ന സ്ഥിതിയിൽ നിന്നിരുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റിയത്. തിരക്കേറിയ സംസ്ഥാന പാതയിൽ പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗതം നിയന്ത്രിച്ചാണ് അപകടമില്ലാതെ മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്. വരും ദിവസങ്ങളിൽ പാതയോരത്ത് അപകട ഭീഷണിയായി നിലകൊള്ളുന്ന മരശിഖരങ്ങളും മുറിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ. എടത്തുരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏപ്രിൽ 24-ലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിനേഷിനെ 1 വർഷത്തേക്ക് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. നിയമം ലംഘിച്ച് ചന്ദ്രാപിന്നിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്നും 300 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. PF പെൻഷൻകാരുടെ ഡൽഹി പാർലമെന്റിന് മുന്നിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് PF പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂരിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മിനിമം പെൻഷൻ 9,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, പെൻഷന് ക്ഷാമബത്തയും സൗജന്യ ചികിത്സാ പദ്ധതിയും ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻകാരുടെ ഡൽഹി സമരം. ഇതിന് പിന്തുണയുമായി തൃശൂർ AG's ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് EK കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സംഘടന ജില്ലാ സെക്രട്ടറി M രാമദാസ്, ട്രഷറർ MG വേണുഗോപാൽ, ജില്ലാ കമ്മിറ്റി അംഗം D മോഹനൻ എന്നിവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എടത്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രദേശത്ത് 9 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്നാരോപിച്ചായിരുന്നു സമരം. KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൾ സലാം സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലിയകത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, നേതാക്കളായ സജയ് വയനപ്പള്ളി, KK രാജേന്ദ്രൻ, AA ഇക്ബാൽ,
PM അബ്ദുൽ സലീം, TK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ പഞ്ചായത്തിൽ നിലവിലുള്ളത്. 16 വർഷമായി പുറമ്പോക്കിലെ വൈദ്യുതി ഇല്ലാത്ത കൊച്ചുകൂരയിൽ താമസിച്ചിരുന്ന വിധവയായ വയോധികയുടെ വീട്ടിൽ നന്മ വെളിച്ചം പകർന്ന് രാമവർമ്മപുരം KSEB ജീവനക്കാർ. രാമവർമ്മപുരം നെല്ലിക്കാട് ചിറ്റിലാമ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള വത്സലയുടെ കൊച്ചു വീട്ടിലാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ കരുതലിൽ വൈദ്യുതി വെളിച്ചം പ്രഭ ചൊരിഞ്ഞത്. തൃശൂർ കോർപ്പറേഷൻ 8ാം ഡിവിഷനിലെ നെല്ലിക്കാടുള്ള സ്നേഹവീടിന് സമീപമാണ് വിധവയായ വത്സല തനിച്ച് താമസിക്കുന്നത്. വിധവാ പെൻഷനാണ് ഏക വരുമാനം. വീട് വയറിംഗ് ചെയ്യുന്നതിനോ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനോ വത്സലയ്ക്ക് സാധിച്ചിരുന്നില്ല. വെളിച്ചമില്ലാത്തതിനാൽ രാത്രി ഇഴജന്തുക്കളുടെ ഉപദ്രവം ഭയന്നാണ് കഴിഞ്ഞിരുന്നത്. പുറമ്പോക്കിലുള്ള വീടിന് കെട്ടിട നമ്പറില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യത്തിന് സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. വത്സലയുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ രാമവർമ്മപുരം KSEB ജീവനക്കാർ വീട് വൈദ്യുതീകരിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. വീടിന്റെ വയറിങ്ങിനും കണക്ഷനുമുള്ള എല്ലാ ചിലവുകളും ജീവനക്കാർ തന്നെ സന്തോഷത്തോടെ വഹിച്ച് പുതിയ വൈദ്യുതിക്കാൽ സ്ഥാപിച്ച് കണക്ഷൻ നൽകുകയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ സാറുണ്ടായില്ല. അങ്ങനെ ഞാൻ അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ സാറോട് വന്ന് അന്വേഷിച്ചു. സാറായിട്ട് ഇതെല്ലാം ശരിയാക്കി തന്നു. സന്തോഷമായി. ഇത് ഇത്രയും എത്തി കിട്ടിയത് എനിക്ക് ഭാഗ്യം. വൈദ്യുതി കണക്ഷന്റെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു നിർവഹിച്ചു. തൃശൂർ വെസ്റ്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിസി K ഡേവിസ്, വിയൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KB ഷാജികുമാർ, രാമവർമ്മപുരം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ AS വിനോദ് തുടങ്ങി സെക്ഷനിലെ ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായി. ഇവിടെ തൊട്ടൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ കറണ്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോൾ ഈ കാര്യം സെക്ഷൻ ഓഫീസിൽ ഡിസ്കസ് ചെയ്യുകയും അവർ ഈ കാര്യം മനസ്സിലാക്കി തങ്ങളുടെ സെക്ഷൻ്റെ കീഴിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവിലാണ് അവർ ഒരു സൺറൈസ് മീറ്റിങ്ങിൽ തീരുമാനമെടുക്കുകയും അവരുടെ തന്നെ സ്റ്റാഫ് വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഈ വയറിങ് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ അത് കൈവരിക്കാൻ ഈ സെക്ഷൻ ഓഫീസ് കാണിച്ച ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. TCV ന്യൂസ് തൃശൂർ. വെള്ളം കവിഞ്ഞൊഴുകിയപ്പോൾ അടച്ചിട്ട പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നു നൽകി. ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ കടത്തിവിടുക. പാലത്തിന് മുകളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ പ്രാദേശിക മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരായ ഹസീന ഇബ്രാഹിമും PV സമീറും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് പ്രസിഡന്റ് CF ബെന്നി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, പ്രസ് ക്ലബ് സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ സുമേഷ് P വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ഇല്ലംനിറയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. ഇല്ലംനിറ ചടങ്ങുകൾക്ക് മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, കീഴ്ശാന്തി ഹരിഹര അയ്യർ, കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഗോപുരനടയിൽ അരിമാവണിഞ്ഞ നാക്കിലയിൽ വെച്ചിരുന്ന കതിർക്കറ്റകൾ വാദ്യഘോഷത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിൽ വെച്ച് പൂജിച്ചതിന് ശേഷം ഭക്തർക്ക് വിതരണം ചെയ്തു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് CV വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 2 ഗജവീരന്മാരെ അണിനിരത്തി ഗജപൂജയും ആനയൂട്ടും നടന്നു. മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ആദ്യ ഉരുള നൽകിയതിനു ശേഷം ഭക്തജനങ്ങൾ ആനയൂട്ട് നടത്തി. ക്ഷേത്രം ഊരായ്മ കേളത്ത് ശാന്തകുമാർ, കേളത്ത് പാർവതി വലിയമ്മ, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉപദേശക സമിതി പ്രസിഡന്റ് V ശ്രീധരൻ, സെക്രട്ടറി C ജയേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ജനപ്രതിനിധികളായ മുംതാസ് റസാഖ്, AT അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിലെ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. ക്ഷേത്രത്തിലെത്തുന്ന വാഹനങ്ങൾ നഗരം ചുറ്റുന്ന രീതിയിലാണ് ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കിയത്. റെയിൽവേ മേൽപ്പാലം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് നിലവിൽ മഞ്ജുളാൽ വഴി പ്രവേശിക്കാൻ അനുമതിയില്ല. ഇത് നഗരത്തിലെത്തുന്നവർക്കും പ്രദേശവാസികൾക്കും ദുരിതമാവുകയാണ്. അശാസ്ത്രീയമായി ഗതാഗത ക്രമീകരണം നടത്തിയതിൽ വ്യാപാരികളും ലോഡ്ജ് ഉടമകളും പ്രതിഷേധമറിയിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി സൗഹൃദം സൊസൈറ്റി സാഹിത്യ ശില്പശാലയുടെ ഭാഗമായി രാമായണ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ പുത്തേഴത്ത് രാമചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുഴ രവി അധ്യക്ഷത വഹിച്ചു. മികച്ച ഭക്തശ്രീ അവാർഡ് ചലച്ചിത്ര നടി രമാദേവിക്ക് ജനറൽ സെക്രട്ടറി പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു. അബ്രഹാം കുള, KR രാജു തുടങ്ങിയവർ സംസാരിച്ചു.
പത്രവാർത്തകളുടെ തോഴനാണ് പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി സ്വദേശി ഏറാട്ടുപറമ്പിൽ അബ്ദുൽ ഖാദർ എന്ന 71 വയസ്സുകാരൻ. 1978 മുതൽ തുടങ്ങിയ പത്രവാർത്താ ശേഖരണം അബ്ദുൽ ഖാദർ ഇപ്പോഴും തുടരുകയാണ്. ശ്രദ്ധേയങ്ങളും വ്യത്യസ്തവുമായ പത്രവാർത്തകൾ വെട്ടിയെടുത്ത് ആൽബമാക്കി സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. 46 ആൽബങ്ങളിലായി ഏകദേശം 45,000-ഓളം വാർത്തകൾ അബ്ദുൽ ഖാദർ ശേഖരിച്ചിട്ടുണ്ട്. ഖത്തറിൽ വെച്ച് ഒരു വാർത്തയെ ചൊല്ലി സുഹൃത്തുക്കളുമായി ഉണ്ടായ തർക്കമാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തമായ ഹോബിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. ഒരു വാർത്ത അത് ഇങ്ങനെ കൂട്ടുകാരന്മാരിൽ സംസാരിച്ചപ്പോൾ ഞാൻ വായിച്ച വാർത്ത അത് മറ്റു 1-2 കൂട്ടുകാരന്മാരെ തന്നെ അങ്ങനെയൊന്നും വന്നിട്ടില്ല, അബ്ദുൽ ഖാദർ വെറുതെ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ തർക്കം വന്നതിന് ശേഷമാണ് ഇത് ചെയ്ത് തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഞാൻ വായിച്ച വാർത്തയാണ്, അവരോട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നീട് മുതൽ അതിനോട് താല്പര്യമായി. പിന്നെ വരുന്ന വാർത്തകളൊക്കെ അതേപോലെ തന്നെ വെട്ടി സൂക്ഷിച്ചു വെക്കും. പ്രവാസ ജീവിതം മതിയാക്കി അബ്ദുൽ ഖാദർ ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഒരു പെട്ടി നിറയെ വാർത്തകളുമായാണ്. 5 പത്രങ്ങൾ സ്ഥിരമായി വായിക്കുന്ന ഇദ്ദേഹം അവയിൽ പ്രാധാന്യമുള്ളവ വെട്ടിയെടുത്ത് ആൽബത്തിൽ ഒട്ടിക്കുകയാണ് പതിവ്. ഒരേ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ ഒരു ആൽബത്തിൽ സൂക്ഷിക്കുകയും വാർത്തകൾക്ക് നമ്പറും തീയതിയും നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ സൂക്ഷിച്ചുവെക്കുന്ന വാർത്തകൾ വായിക്കാൻ പലരും എത്താറുമുണ്ട്. ഒരിക്കൽ ഖത്തറിൽ നിന്നും വാർത്ത നിറച്ച പെട്ടിയുമായി അവധിക്ക് നാട്ടിലേക്ക് പുറപ്പെട്ട അബ്ദുൽ ഖാദറിനെ ഖത്തർ എയർപോർട്ടിൽ അധികൃതർ തടഞ്ഞുവെക്കുകയുണ്ടായി. പാഴ്പേപ്പറിൽ നിന്നുപോലും വാർത്ത മുറിച്ചെടുക്കുന്ന ഈ 71 വയസ്സുകാരൻ വ്യത്യസ്തമായ ഹോബിയിലൂടെ നാട്ടുകാർക്കിടയിൽ ശ്രദ്ധേയനാണ്. ഭാര്യ സുഹ്റയും വിവാഹിതരായ മക്കൾ റൈഹാനാത്ത്, റഹ്മത്ത് എന്നിവരും അബ്ദുൽ ഖാദറിന്റെ വാർത്താപ്രിയത്തിന് കൂട്ടായുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കൊച്ചി മീഡിയ ആർട്ടിസ്റ്റ് കൂട്ടായ്മ കുന്നംകുളത്തു നിന്നും അവശ്യ സാധനങ്ങൾ സമാഹരിച്ചു. കൂട്ടായ്മ ഭാരവാഹികളായ നവോദയ സാജു, ശിവജി ഗുരുവായൂർ എന്നിവരടങ്ങുന്ന സംഘം നഗരത്തിൽ നിന്നും അവശ്യ സാധനങ്ങൾ സമാഹരിച്ചു. വ്യാപാരിയായ സിജു പഴഞ്ഞി 20,000 രൂപയുടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൂട്ടായ്മയ്ക്ക് കൈമാറി. ഡിവൈഎഫ്ഐ വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മുണ്ടത്തിക്കോട് അമ്പലനട ഡിവൈഎഫ്ഐ യൂണിറ്റ് സ്ക്രാപ്പ്, നാളികേരം എന്നിവയുടെ ശേഖരണത്തിലൂടെ കണ്ടെത്തിയ തുക കൈമാറി. ആദ്യഘട്ട തുക 12,500 രൂപ വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ER രാഹുലിന് കൈമാറി. ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത്, യൂണിറ്റ് പ്രസിഡന്റ് ജിഷ്ണു പന്തക്കൽ എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് വേണ്ടി മാർത്തുമറിയം വലിയ പള്ളിയിൽ ദിവ്യബലിയും പൊതു അന്നീത ശുശ്രൂഷയും നടത്തി. വികാരി ഫാദർ KR ഇനാഷു, സഹവികാരി ഫാദർ ഡെൽമിൻ ഡേവിസ്, കൈക്കാരന്മാരായ സോജൻ P ജോൺ, ജോർജ് ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. വയനാട് ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം മറ്റത്തൂർ സ്വദേശിയായ യുവാവും കോടാലി സ്വദേശി ഡെന്നി ഡേവിസ് വാസുപുരത്തുകാരനാണ് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ജീസസ് യൂത്ത് ടീമിൽ പ്രവർത്തിക്കുന്നത്. ഓൾ കേരള ജീസസ് യൂത്ത് കിഡ്സ് മിനിസ്ട്രിയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്ററാണ് ഡെന്നി. പുത്തുമലയിലും കവളപ്പാറയിലും സമാന രീതിയിലുള്ള ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ സേവന പ്രവർത്തനങ്ങൾക്കിറങ്ങിയ ജീസസ് യൂത്ത് ടീം ചൂരൽമലയിലും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കപ്പെട്ട കുട്ടികളുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള ദൗത്യമാണ് ഇപ്പോൾ ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനായി ക്യാമ്പുകളിൽ വിനോദ പരിപാടികളടക്കം ഇവർ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് ക്യാമ്പിലെത്തി കുട്ടികൾക്കായി വിനോദ പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. എറിയാട് പേ ബസാറിലെ ബെസ്റ്റ് ഹോട്ടലിലെ ഒരു ദിനത്തിലെ വരുമാനം മുഴുവനായും വയനാട്ടിലെ ദുരിതബാധിതർക്ക്. പേ ബസാർ സ്വദേശി പൊയിലിങ്ങൽ അബ്ദുൽ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിലെ 14 ജീവനക്കാരും തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. വയനാട് ദുരന്തങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ആശയം തോന്നിയത്. സർക്കാരുമായി ചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നത്തെ വിറ്റുവരവ് സംഭാവന ചെയ്യാം. അങ്ങനെ നമ്മളെ കൊണ്ടായ ഒരു കൈത്താങ് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ നല്ല പ്രതികരണം ഉണ്ട്. സർക്കാരിൻ്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പോലീസ് മേധാവികളുടെ ഭാഗത്ത് അങ്ങനെ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ കച്ചവടം. പ്രകൃതിക്ഷോഭത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള ഇരകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് ദേശീയ ജനതാ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുഴിപ്പള്ളി ആവശ്യപ്പെട്ടു.
ദേശീയ മഹിളാ ജനതാ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദുരിതബാധിതർക്ക് ഭക്ഷ്യക്കിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ മഹിളാ ജനതാ സംസ്ഥാന സെക്രട്ടറി സൗമ്യ രാജീവ് അധ്യക്ഷത വഹിച്ചു. ഓമന സുരേന്ദ്രൻ, സലീഷ് പോലുക്കര, സീതാ ശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന്റെ പുനർനിർമ്മിതിക്കായി കടങ്ങോട് പഞ്ചായത്ത് 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. അടിയന്തര പഞ്ചായത്ത് യോഗത്തിലാണ് തീരുമാനം. പഞ്ചായത്ത് നിവാസികൾ തങ്ങളാൽ കഴിയാവുന്ന സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓൺലൈനായി നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അഭ്യർത്ഥിച്ചു. 3ാമത് കരാട്ടെ സാംബോ ജില്ലാ ചാമ്പ്യൻഷിപ്പ് വെങ്കിടങ്ങിൽ നടന്നു. മുരളി പെരുന്നലി MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അൻവർ മരക്കാർ അധ്യക്ഷത വഹിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100ഓളം പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അൽബാബ് സ്കൂൾ കാട്ടൂർ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായി. JP അക്കാദമി ഫസ്റ്റ് റണ്ണറപ്പും സാമുറായ് ടൈഗേഴ്സ് മാർഷൽ ആർട്സ് സെക്കൻഡ് റണ്ണറപ്പും കരസ്ഥമാക്കി. PB ബൈജു, ജീഷ്മ PM എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഏനാമാവ് ഇരുമ്പ്രനെല്ലൂർ ശ്രീ കാർത്തേനി ക്ഷേത്രത്തിൽ നടന്ന പൂമൂടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി ജയചന്ദ്രൻ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ പ്രേമൻ നമ്പിയത്ത്, പ്രമോദ് മണികത്ത്, അശോകൻ പതിയത്ത്, സന്തോഷ് തിരുത്തി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൊങ്ങണക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15-നാണ് സംയുക്ത തിരുനാൾ. ഡീക്കൻ ടോം ലിയോ താടിക്കാരൻ, കൈക്കാരന്മാരായ ജോമോൻ പല്ലൻ, രാജു മണ്ണൂർ, ജോഷി ചെറുമഠം എന്നിവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. പൊങ്ങണക്കാട് മലപ്പുറത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ബാലകൃഷ്ണസ്വാമി, ഷിനാസ് തിരുമേനി, പൂജാരി സരോജിനി അമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുല്ലശ്ശേരി ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M രശ്മി, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EV പ്രബീഷ്, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന്റെ അതിജീവനത്തിന് ചന്ദ്രികയുടെ സ്നേഹക്കുടുക്ക. ചിറ്റണ്ടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുണ്ടിയത്ത് പറമ്പിൽ ചന്ദ്രിക തന്റെ കുടുക്ക സമ്പാദ്യം ഡിവൈഎഫ്ഐക്ക് നൽകി. വയനാട് ദുരന്ത മേഖലയിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന 25 വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് ധനസമാഹരണത്തിനായി ഡിവൈഎഫ്ഐ നടത്തുന്ന സ്ക്രാപ്പ് ചാലഞ്ചിന്റെ ഭാഗമായി വീടുകൾ കയറുമ്പോഴാണ് ചന്ദ്രിക ചേച്ചിയെ കണ്ടുമുട്ടിയത്. സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന ചന്ദ്രിക തന്റെ കുടുക്ക സമ്പാദ്യം മുഴുവൻ പ്രവർത്തകർക്ക് കൈമാറി. ക്യാമ്പയിനിൽ തനിക്കും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ചന്ദ്രിക പറഞ്ഞു. ദുരന്ത ഭൂമിയിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന 25ഓളം വീടുകളുടെ ഭാഗമായി നാട്ടിലെ വീടുകൾ കയറി ഇറങ്ങിയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ വീടിനകത്ത് വന്നപ്പോ ഈ ചേച്ചിയുടെ സമ്പാദ്യ കൊടുക്ക ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്ക് നൽകാമെന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോ അത് വലിയ സന്തോഷം പകർന്ന കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത്. അതുപോലെ ഇത്തരം ക്യാമ്പയിനുമായി നമ്മൾ ഈ നാട്ടിൽ ബന്ധപ്പെട്ട് വീടുകൾ പോയപ്പോ എല്ലാവരുടെ ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് ഡിവൈഎഫ്ഐ ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി എടുത്ത ആക്രി ചലഞ്ച് ക്യാമ്പയിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിറ്റാട്ടുകര YMCA സംഘടിപ്പിച്ച PD തരിയൻ മെമ്മോറിയൽ മെറിറ്റ് ഡേ മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ജസ്റ്റിൻ തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ജോണി, ജോൺസൺ മാറോക്കി, PK ആന്റണി എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം രൂപപ്പെട്ട അപകടക്കുഴി സന്നദ്ധ പ്രവർത്തകർ താൽക്കാലികമായി അടച്ചു. പെരുമ്പിലാവ് പ്രോഗ്രസീവ് ക്ലബ് അംഗങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നാണ് അപകടക്കെണിയും ഗതാഗതക്കുരുക്കുമായി മാറിയ വലിയ കല്ലും മണ്ണുമിട്ട് താൽക്കാലികമായി അടച്ചത്. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിൽ 4 മാസങ്ങൾക്ക് മുൻപാണ് തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വലിയ ഗർത്തം രൂപപ്പെട്ടത്. വലിയ ചരക്ക് വാഹനങ്ങളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിനംപ്രതി കടന്നുപോകുന്നത്. 4 മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങൾ നടന്നിരുന്നു. നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് ഇടപെട്ട് മെറ്റലിട്ട് താൽക്കാലികമായി അടച്ച കുഴി കനത്ത മഴയിൽ വീണ്ടും തുറന്നു. ക്ലബ്ബ് ഭാരവാഹികളായ മുസമ്മിൽ,
CPM പെരുമ്പിലാവ് ബ്രാഞ്ച് സെക്രട്ടറി നിയാസ്, മുഹമ്മദ് അലി, നൌഷർ, ജാസിം തുടങ്ങിയവർ നേതൃത്വം നൽകി. 6 മാസം മുന്നേ PWയുടെ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് തകർന്ന ഏരിയയാണ് ഇപ്പോൾ. ആ ഏരിയ വാഹനങ്ങൾ കയറാൻ പറ്റാതെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ബൈക്കുകൾ വീണിട്ടും പഞ്ചായത്ത് മുഖേന ബന്ധപ്പെട്ടിട്ട് 2-3 പ്രാവശ്യം കോറി കൊടുത്തിട്ട്, പക്ഷേ എന്നിട്ട് റോഡ് ശരിയായിട്ടില്ല. അങ്ങനെ സന്നദ്ധ സംഘടന പ്രോഗ്രസീവ് ക്ലബിൻ്റെ സന്നദ്ധ സംഘടന അവർ ഒക്കെ കൂടി ഞായറാഴ്ച ഏകീകരിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഒളരി യൂണിറ്റ് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഹാരിഫ് അബി ഉദ്ഘാടനം ചെയ്തു. ഒളരി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഹാളിൽ ചേർന്ന യോഗത്തിൽ സംഘടനാ യൂണിറ്റ് പ്രസിഡന്റ് G. പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് മുണ്ടശ്ശേരി, ബ്ലോക്ക് സെക്രട്ടറി TG രാമചന്ദ്രൻ, ബ്ലോക്ക് ട്രഷറർ KK സഫിയ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TA രത്നാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ വീട്ടുമുറ്റത്തു നിന്നും കണ്ടെത്തിയ മലമ്പാമ്പിന് വീട്ടുടമ കാവലിരുന്നത് 2 ദിവസം. മലമ്പാമ്പിനെ കൊണ്ടുപോകാൻ വനംവകുപ്പ് വൈകിയതായി പരാതി. വിവരമറിയിച്ചിട്ടും വനപാലകർ എത്താതിരുന്നതിനാലാണ് വടക്കാഞ്ചേരി ഓട്ടുപാറ മാരാത്തുകുന്ന് റോഡിലെ കരിവട്ടിക്കൽ വീട്ടിൽ ഉമ്മറിന് 2 ദിവസം പാമ്പിനെ വീട്ടിൽ സൂക്ഷിക്കേണ്ടി വന്നത്. വീടിന്റെ മതിലിനരികിൽ പതുങ്ങിക്കിടന്ന പാമ്പിനെ കണ്ട് വനംവകുപ്പിൽ വിവരമറിയിച്ചു. ബൈക്കിലെത്തിയ ഉദ്യോഗസ്ഥർ കൊണ്ടുപോകാൻ വാഹനമില്ലെന്ന് പറഞ്ഞ് പാമ്പിനെ ചാക്കിൽ കെട്ടി വീട്ടുടമയെ ഏൽപ്പിച്ചു. തുടർന്ന് വീട്ടുടമ 2 ദിവസം മലമ്പാമ്പിന് കാവലിരിക്കേണ്ടി വന്നു. തുടർന്ന് നിരന്തരം വനംവകുപ്പ് ഓഫീസിൽ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് 2ാം ദിവസം ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ കൊണ്ടുപോയത്. എന്നാൽ സംഭവത്തിൽ മനഃപൂർവ്വമായ വീഴ്ച വന്നിട്ടില്ലെന്നും വാഹന സൗകര്യമില്ലാതിരുന്നതിനാലാണ് വൈകിയത് എന്നും നിലവിൽ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന് വാഹനമില്ല എന്നും മച്ചാട് റേഞ്ച് ഓഫീസർ RS പ്രവീൺ വ്യക്തമാക്കി. വീട്ടിൽ പെരുമ്പാമ്പ് കയറി എന്നുള്ള വിവരം വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതർക്ക് ലഭിക്കുന്നു. നമ്മുടെ വസ്തി വാച്ചർമാർ അവിടെ ഈ പാമ്പിനെ ഒരു സുരക്ഷിതമായിട്ട് ചാക്കിൽ കെട്ടി വിട്ട് അപകടം ഉണ്ടാവാത്ത രീതിയിൽ അതിനെ മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നെ ഞായറാഴ്ച അവർക്ക് വാഹനം ലഭ്യമാണില്ല. ഇപ്പോൾ ഈ തിങ്കളാഴ്ച ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എനിക്ക് വിവരം കിട്ടുന്നത്. ഇങ്ങനെ പാമ്പ് അവിടെ ഇരിക്കുന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടും. 4 മണിയോടുകൂടി തന്നെ ഞാൻ ആ ഭാഗത്ത് ഫീൽഡുണ്ടായിരുന്നത് കൊണ്ട് സ്റ്റാഫിനെയും വിളിച്ചിട്ട് അത് എടുത്തിട്ട് അതിനെ സുരക്ഷിതമായ സ്ഥലത്തോട്ട് അതിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ചകളുണ്ടായിട്ടില്ല. പീച്ചി പള്ളിക്കുന്നിൽ കോഴിക്കൂട്ടിൽ കയറിയ മലമ്പാമ്പിനെ പിടികൂടി. തലാപ്പള്ളി സത്യന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ കയറിയ പാമ്പ് 4ഓളം കോഴികളെ തിന്നു. ഏകദേശം 40 കിലോയോളം തൂക്കം വരുന്ന പാമ്പിനെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടി. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6385 രൂപ, പവന് 51,080 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3287 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് മുണ്ടക്കയിൽ 8ാം ദിനവും തിരച്ചിൽ തുടരുന്നു. കണ്ടെത്തുന്നവരുടെ പട്ടിക പുറത്തുവിടും. വയനാട് ദുരിതബാധിതർക്ക് തൃശൂർ കോർപ്പറേഷൻ 5 കോടി രൂപ നൽകും. കരുവന്നൂർ പുഴയിലെ തകർന്ന കമാൻഡോ മുഖത്ത് സ്ലാബ്, ബീം, സ്ലൂയിസ് നിർമ്മാണത്തിന് മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകും. CC മുകുന്ദൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം നടന്നത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.